തൃശൂർ പാലിയേക്കരയിലെ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച് കരാർ കമ്പനിയായ GIPL-ന് കൂടിയ നിരക്ക് ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതിയും നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 രൂപ മുതൽ 15 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ 9 വരെ പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ഇത്രയും ദിവസം മുടങ്ങിയ ടോള് ഒറ്റയടിക്ക് ആളുകളിൽ നിന്ന് ഈടാക്കാൻ ഉള്ള തട്ടിപ്പല്ലേ? അതായത് ഈ ദേശീയപാത പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കരാർ ലംഘനങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാലിയേക്കരയിലെ ടോൾ പിരിവിൽ വർധനവ് വന്നിരിക്കുന്നത്. നിലവിൽ 5 രൂപ മുതൽ 15 രൂപ വരെയുള്ള വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനിപ്പോൾ ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയിരിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ ഇവർക്ക് പിരിച്ചു തുടങ്ങാം എന്നതാണ്. പക്ഷേ നിലവിലെ ഈ കേസും മറ്റും നിലനിൽക്കുന്നതിനാൽ തന്നെ 9-ാം തീയതി വരെ ടോൾ പിരിക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും 9-ാം തീയതിക്ക് ശേഷം ഈ പുതുക്കിയ നിരക്കായിരിക്കും പാലിയേക്കരയിൽ ഉണ്ടാവുക. നിലവിലെ പുതുക്കിയ നിരക്ക് നമുക്കൊന്ന് പരിശോധിച്ചാൽ അതിൽ ഒരു ഭാഗത്തേക്കുള്ള യാത്രക്ക് 5 രൂപ മുതൽ 15 രൂപ വരെയുള്ള വർധനമാണുള്ളത്. അതിൽ കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ 90 രൂപ എന്നത് ഇനി 95 രൂപയാകും. ഈ കാറുകൾക്ക് ദിവസം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 140 എന്നതിൽ മാറ്റമില്ല. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് 160 രൂപ എന്നത് 165 മാറും. അതിൻ്റെ ഒന്നിൽ കൂടുതലുള്ള യാത്രകൾക്ക് 240 എന്നുള്ളത് 245 മാറും. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപ എന്നത് 330 ആകും. ഇതിൻ്റെ ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് 485 എന്നത് 495 ആവും. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515 എന്നത് 530 ആവും. ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് 775 എന്നത് 795 ആകും. നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 9-ാം തീയതി വരെ ഈ ടോൾ പിരിക്കാൻ പാടില്ല, നിർത്തിവെക്കണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാം തീയതിക്ക് ശേഷം ഇനി ഈ പുതുക്കിയ നിരക്ക് തന്നെയാകും വരിക. എല്ലാ വർഷവും പാലിയേക്കരയിൽ സെപ്റ്റംബർ 1-നാണ് ഇത്തരത്തിൽ ഈ ടോൾ നിരക്ക് പുതുക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ടോൾ നിരക്ക് പുതുക്കിയതെന്നാണ് പറയുന്നത്. നിലവിൽ ഈ അടിപ്പാത നിർമ്മാണവും മറ്റുമൊക്കെ ഇതിനൊപ്പം നടക്കുന്നതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഈ പ്രദേശത്ത് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇതിൽ ഈ ടോൾ കമ്പനി പറയുന്നത് ഈ അടിപ്പാത നിർമ്മാണത്തിൻ്റെ കരാറ് തങ്ങൾക്കല്ല എന്ന ഒരു വാദം തന്നെയാണ് ടോൾ കമ്പനി ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. ശരി ശ്യാം.